ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ല. ഇപ്പോൾ ക്രിസ്മസ് അവധിയെല്ലാം തുടങ്ങിയല്ല, എക്സാമെല്ലാം കഴിഞ്ഞ് സ്കൂളെല്ലാം പൂട്ടി. നമ്മളെ സൈക്കിൾ മൂലക്കിട്ടിട്ടുണ്ടായിന്, അതിന് നേരാക്കണമെന്ന് വലിയൊരു അറുവരട. അങ്ങനെ അതിനെ നേരാക്കാൻ പോയിട്ടുണ്ടായിന് രാവിലെ തന്നെ. അങ്ങനെ അതെല്ലാം നേരാക്കി കൊടുത്തിട്ട് വേറെ പെരുക്ക് വന്ന് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിന്. ആ സാധനമെല്ലാം വാങ്ങിയിട്ട് നേരെ പെരുക്ക് വന്നു. രാവിലെ ചായ എല്ലാം കുടിച്ചിട്ടായിട്ട് പോയത് സൈക്കിളും കൊണ്ട്. അങ്ങനെ വന്നിട്ടായിട്ട് കുറച്ച് ചിക്കൻ ഉണ്ടായിന്, അതിനെ കറി വെക്കാൻ വിചാരിച്ച്. അങ്ങനെ ചിക്കനെല്ലാം എടുത്തിട്ട് ഉള്ളിയും തക്കാളി എല്ലാം മുറിച്ചിട്ടായിട്ട് മസാല ആക്കി. എപ്പോഴും വെക്കുന്ന പോലെ അല്ല ഇന്ന് ചിക്കൻ കറി വെക്കുന്ന, ഇന്ന് സാധാ സ്റ്റൈലിൽ തന്നെ വെക്കാൻ വിചാരിച്ച്. അങ്ങനെ പിന്നെ ഉള്ളിയും തക്കാളിയെല്ലാം വാട്ടിയിട്ടായിട്ട് ചിക്കന് ഇട്ട് അതിലേക്ക് എന്നിട്ടായിട്ട് ഇന്നലെ അങ്ങനെ മിക്സാക്കിയിട്ടായിട്ട് വേകാൻ വെച്ച്. അങ്ങനെ ബിരിയാണി മസാല പോലെ ആക്കിയിട്ട് അങ്ങനെ ആക്കിയെങ്കിൽ പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടും. സാധാ കറിയെല്ലാം ആക്കിയെങ്കിലില്ലേ പിള്ളേറിൻ്റെ ചിക്കനൊന്നും തിന്നാല, കറി കൂട്ടും. അങ്ങനെ ആക്കും. അങ്ങനെ മസാല പോലെ ആക്കിയിട്ടായിട്ട് കറിയെല്ലാം ആക്കിയിട്ടായിട്ട് പിന്നെ കുറച്ച് പച്ചക്കറി ഉണ്ടായിന്. പച്ചക്കറി ഇതെന്തെന്ന് മുള്ളങ്കി റാഡിഷല്ല, അത് ഒന്നും തിന്നാന്നറിയില്ല പിള്ളേർ. എങ്ങനെയെങ്കിലും മുറിച്ചിട്ടെല്ലാം വെച്ച് നമ്മളെ ചിക്കൻ കറിയുടെ ഇങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതിനെ റാഡിഷിനെ വേകാൻ വെച്ച് ഒരു ഉള്ളി കടുവെല്ലാം പൊട്ടിച്ചിട്ട് വെളുത്തുള്ളിയെല്ലാം ഇട്ടിട്ടായിട്ട് പിന്നെ ഇതിനെ മുറിച്ചത് വെച്ച്. ഇത് റാഡിഷ് ഇതിൻ്റെ ഒക്കെ കുറച്ച് ക്യാബേജ് മിക്സ് ആക്കിന്നവാ, എന്തെങ്കിലും പിള്ള തിന്നോ ഇല്ലയെന്ന് അറിയാലോ. അങ്ങനെ ഇട്ട് ഞാൻ അങ്ങനെ ആക്കിയത്, അത് മിക്സാക്കി. അപ്പോൾ കുറച്ച് വെജീസ് എല്ലാം വരട്ടിക്കത്തല്ലോ എന്ന് പറഞ്ഞിട്ട് രണ്ട് മിക്സ് ആക്കിയിട്ട് വെച്ചത്. അങ്ങനെ പച്ചമുളക് ഇട്ടിന്, പിന്നെ വേറെ ഒന്നും ഇട്ടിട്ട, പിന്നെ കുറച്ച് തക്കാളി ഇട്ടിന്. അങ്ങനെ ഉപ്പെല്ലാം ഇട്ടിട്ട് അതവിടെ വേകാൻ വെച്ച്. ഇങ്ങനെ പിള്ളേർക്ക് പച്ചക്കറി കൊടുക്കാനല്ല. അങ്ങനെ നമ്മളെ പച്ചക്കറി വെന്തിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങൻ്റെ പീരയും കൂടി ഇട്ട് എന്നിട്ടാകുമ്പോൾ നമ്മളെ കറി റെഡിയായി. അങ്ങനെ ഉച്ചക്ക് പിള്ളേർക്ക് പച്ചക്കറിയും ചോറെല്ലാം കൊടുത്ത് അങ്ങനെ ചോറെല്ലാം നമ്മൾ എല്ലാവരും വേവിച്ച്. അങ്ങനെ ചോറ് വെച്ചിട്ടായിട്ട് ഇന്ന് നമ്മൾ ഒരു ബാഗ് ഓർഡർ ആക്കിയിട്ടുണ്ടായിന്, അത് വന്നിനുള്ളിൽ. ഇതിന് തരുന്നില്ല പൊട്ടിക്കാൻ, ഓർ തന്നെ പൊട്ടിക്കണം. അങ്ങനെ എന്താ ഒറ്റി പൊട്ടിക്കുന്നുണ്ട്. സാധാരണ ഒരു ബാഗ് അത്ര തന്നെ. അങ്ങനെ ആ ബാഗും പൊട്ടിച്ചിട്ടായിട്ട് കണ്ടില്ലേ, ഇങ്ങനത്തെ ഇത്രക്കണ്ട സൈസുള്ള ഒരു ബാഗ്, ഒരു ഡ്രസ്സിലിടുന്ന പോലത്തെ. അങ്ങനെ ബാഗെല്ലാം പൊട്ടിച്ചിട്ടായിട്ട് കുറച്ച് അരി കുത്തിയിട്ടുണ്ടായിരുന്നു. അരി സ്റ്റോറിലെ അരി അല്ലേ, വെളുത്തരി എന്നല്ലേ പറയും, അത്. അങ്ങനെ കുഞ്ഞനപ്പാക്കാൻ വിചാരിച്ച്. ചിക്കൻ കറി ആക്കിയതുണ്ടല്ലോ, അങ്ങനെ അതിനെ പുതുക്കിയിട്ടെല്ലാം ആയിട്ടായിട്ട് പിന്നെ കുറച്ച് ചെറിയ കടുമ്പലാക്കിയിട്ട് ആവി കയറ്റാൻ വെച്ച്. അങ്ങനെ ആവിയിൽ വെന്തിട്ടായിട്ട് അതിനെ എടുത്തിട്ട് നമ്മൾ ചിക്കൻ കറിയിലേക്ക് ഇടുന്നത്. കറി ആക്കിയിട്ടുണ്ടാകുന്നില്ലേ, അതിലേക്ക് നമ്മൾ ഈ കടുമ്പിടുന്നത്. അത്ര തന്നെ, സിമ്പിള്. പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ കറിയിലിട്ട അപ്പത്തിനോടല്ലോ. അങ്ങനെ പിള്ളേരെല്ലാം തിന്ന്. അങ്ങനെ പിള്ളേരെല്ലാം തിന്നിട്ടായിട്ട് ഞാനും തിന്ന്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ ബൈ.